അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അല്പം വീഡിയോകളിലായി ഒരു മനുഷ്യനെ പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സകല സൃഷ്ടിപ്പിന്റെയും അധിപനായ, എല്ലാത്തിൻ്റെയും നിയന്ത്രകനായ, എല്ലാത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വളരെ ചെറിയ സൃഷ്ടിപ്പുകളിൽ ഒരു സൃഷ്ടിപ്പ് മാത്രമായ മനുഷ്യനിൽ നിന്ന് ഒരാളെ അവൻ്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുന്നു. ഖലീലുള്ള, അള്ളാഹുവിൻ്റെ ഖലീൽ, അള്ളാഹുവിൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന വിളിപ്പേരെന്ന നാമം ആ മനുഷ്യന് കൊടുക്കുന്നു. ആ മനുഷ്യനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. ഖലീലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന വിശേഷണം മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്. അള്ളാഹു ഒരുപാട് വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നത്. അതിലൊന്നാണ് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നാം നിന്നെ ജനങ്ങൾക്ക് ഇമാമാക്കിയിരിക്കുന്നു. ആലോചിക്കണം, ഇത്രയും പ്രവാചകന്മാർ അള്ളാഹു അയച്ചിട്ടുണ്ട്. 1,00,000-ൽ പരം പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. അത് 25 പ്രവാചകന്മാർ അള്ളാഹു പ്രത്യേകമായിട്ട് ഖുർആനിൽ എടുത്തു പറയുന്നു. അതിൽ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ വെച്ച്, എല്ലാ സൃഷ്ടിയിലും വെച്ച്, സകല സൃഷ്ടിയിലും, മലക്കടക്കം, ജിന്നടക്കം, ആകാശലോകങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ച പല കാര്യങ്ങളടക്കം സകല സൃഷ്ടിയിലും വെച്ച് അവൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സൃഷ്ടി, അഷ്റഫുൽ ഖൽഖ് എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം ആ സൃഷ്ടിപ്പിലുണ്ട്, ഈ മനുഷ്യരിലുണ്ട്. ആ മനുഷ്യരിൽ ഈ മനുഷ്യരിൽ ഇമാമായിട്ട് പക്ഷെ അള്ളാഹു നിയോഗിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിനെയാണ്. മാത്രമല്ല, ഇന്ന് ലോകത്തൊരു 3-4 ബില്യണോളം വരുന്ന ക്രിസ്ത്യൻ, മുസ്ലിം, ജൂ പോപ്പുലേഷനിൽ അത്രയും വലിയ പ്രധാനപ്പെട്ട 3 മതങ്ങൾ തങ്ങളുടെ നേതാവായി കാണുന്ന ഒരു മനുഷ്യനാണ്. ഈ 3 മതങ്ങളും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്. ഓരോരുത്തരും, ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 3 പേരുമാണ് മൂവരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ എന്ന് മനസ്സിലാക്കുന്നുവെങ്കിലും ഈ 3 പേരും തങ്ങളുടെ ചരിത്രത്തെ ആരംഭിക്കുന്നത് ആദം അലൈഹി സ്വലാമിൽ ആദ്യ പ്രവാചകൻ, ആദ്യ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഒരാരംഭം പലപ്പോഴും കൊടുക്കാറുണ്ട്. അതിനുശേഷം ഒരുപാട് പ്രവാചകന്മാർ വരുന്നുണ്ട്. മനുഷ്യകുലത്തിന് മുഴുവനായിട്ട് വരുന്ന പ്രവാചകന്മാരുണ്ട്. അതിൽ തന്നെ ഇദ്രീസ് അലൈഹി സ്വലാം, നൂഹ് അലൈഹി സ്വലാം ഒക്കെ ഉണ്ട്. പക്ഷെ അവരിലൊന്നും ചേർക്കാത്തൊരു പാരമ്പര്യത്തിന്റെ തുടർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭം, അത് ഇബ്രാഹിം അലൈഹി സ്വലാമിലാണ് ഈ സകല പോപ്പുലർ മതങ്ങൾ നൽകുന്നത്. അല്ലെങ്കിൽ ഇബ്രാഹിം നബി ഇസ്ലാം ഞങ്ങളുടെ നേതാവാണെന്ന് പറയാനാണ്, അബ്രഹാം പ്രവാചകന്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളെന്ന് പറയാനാണ് ഓരോ മതസ്ഥരും ആഗ്രഹിക്കുന്നത്. ഇനി മുസ്ലിങ്ങളെ മാത്രം എടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഓരോ ദിവസവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കുന്നുണ്ട്. ഓരോ ദിവസവും ഒരു 9 തവണയെങ്കിലും ഓരോ നമസ്കാരങ്ങളിലും, സുബ്ഹി അല്ലാത്ത മറ്റു നമസ്കാരങ്ങളിലൊക്കെ, ഫജർ അല്ലാത്ത ബാക്കി നമസ്കാരങ്ങളിലൊക്കെ 2 തവണയെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കുന്നുണ്ട്. ഇബ്രാഹിമി സ്വലാത്ത് പറയുന്ന ഒരു സ്വലാത്ത് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലാറുണ്ടല്ലോ. എന്താ ഇബ്രാഹിം സ്വലാത്തിന്റെ കണ്ടന്റ് എന്താ? ഒന്ന്, നമ്മൾ ഓർക്കുന്നുണ്ട്. 2 പറഞ്ഞാൽ ആ ഓർക്കലിന്റെ ഭംഗി ആലോചിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുഗ്രഹം കൊടുക്കാൻ, അദ്ദേഹത്തെ ആദരിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്ന അറിയോ? വെറുതെ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആ തരത്തിൽ നന്മ നൽകട്ടെ എന്നോ ഒന്നുമല്ല പ്രാർത്ഥിക്കുന്നത്, രക്ഷ നൽകട്ടെ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ഒരു താരതമ്യത്തിലൂടെയാണ് ആ പ്രാർത്ഥന സംഭവിക്കുന്നത്. വെറുതെയുള്ള പ്രാർത്ഥനയല്ല, താരതമ്യത്തിലൂടെയുള്ള പ്രാർത്ഥനയാണ്. ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാമുമായിട്ടാണ്. ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ, ഇബ്രാഹിം നബിന്റെ കുടുംബത്തിന് കൊടുത്തതുപോലെ, കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്ക് കൊടുക്കണമെന്ന്. മുഹമ്മദ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് താരതമ്യം ചെയ്തിട്ട്. ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. എല്ലാ വർഷവും നമ്മൾ നിർബന്ധമായിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി സംസാരിച്ചു കൊള്ളണം എന്നുള്ളത് അള്ളാഹു നമുക്ക് വെച്ച സംവിധാനമാണ്. അതുകൊണ്ടാണ് എല്ലാ ഹജ്ജിന്റെ സമയത്തും, ദുൽഹജ്ജ് വരുമ്പോഴും, ആ തരത്തിൽ ഓരോ സാഹചര്യങ്ങളിലും, ഉദ്ഹയത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് കടന്നു ചെല്ലുന്നത് അത് അള്ളാഹു വെച്ച സംവിധാനമാണ്. നമ്മൾ അദ്ദേഹത്തെ പറ്റി ഓർത്തിരിക്കണം. അതിന് മറ്റൊരു പ്രവാചകനെ പറ്റിയും അത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർത്തിട്ടില്ലെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി എല്ലാ വർഷവും നിങ്ങൾ ഇത്തരത്തിൽ ഓർത്തിരിക്കണം. എല്ലാ നമസ്കാരങ്ങളിലും ഓർത്തിരിക്കണം. നേരത്തെ പറഞ്ഞു ഇബ്രാഹിം സ്വലാത്തിന്റെ ഭാഗമായിട്ട്. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വർഷത്തിലും നിർബന്ധമായിട്ട് നിങ്ങളുടെ ഖുതുബകളുടെ വിഷയമായിട്ട് അത് വരണം. ഹജ്ജിന് പോകുന്ന ഹാജിമാരും ഉംറക്ക് പോകുന്ന ആളുകളൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ടും അടുത്ത പല കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തെ ഓർക്കും. സഈനൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ കഅബക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. മഖാം ഇബ്രാഹിം അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇത്തരത്തിലൊക്കെ നമ്മൾ ഓർക്കും. അതിന് പുറമെ മുഴുവൻ വിശ്വാസികൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഇബ്രാഹിം നബി സ്വലാമിനെ പറ്റി ചർച്ച ചെയ്യണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പാഠം എന്തായാലും ഒരു വർഷം
ഒരു തവണയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളതാണ്. അത് അള്ളാഹു തആല വെറുതെ സംവിധാനിച്ച ഒരു സംവിധാനമായിരിക്കോ? അതേപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളും ഇബ്രാഹിം സ്വലാത്തിൽ നമ്മളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു പ്രവാചകനെ പറ്റിയും അത്തരത്തിൽ നിർബന്ധമായിട്ടും എല്ലാ വർഷവും എല്ലാ ദിവസവും ഓർക്കാൻ ഒരു സംവിധാനമല്ല. നമ്മൾ ഖുർആൻ ഓതി പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓർക്കുന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ല. എന്തിനായിരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി ഇത്രത്തോളം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? എന്തിനായിരിക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് നമ്മളെല്ലാം മരണം വരെ ഖിയാമത്ത് നാൾ വരെ ഹജ്ജിന്റെ ഭാഗമായിട്ടും ഉംറയുടെ ഭാഗമായിട്ടും ഒരു ഇസ്ലാമിന്റെ കേന്ദ്രമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ മസ്ജിദായിട്ട് അള്ളാഹു നമുക്ക് തന്ന ആ ഒരു കഅബയെ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ആളുകൾ സമ്മേളിക്കുന്ന ആ കഅബയെ എന്തിനായിരിക്കും അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് പണിയിപ്പിച്ചിട്ടുണ്ടാവുക? നമ്മൾ അവിടെ പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുമല്ലോ. എന്തിനായിരിക്കും നമ്മളെ കൊണ്ട് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും മഖാം ഇബ്രാഹിം അവിടെ തന്നെ കഅബയുടെ തൊട്ടടുത്ത് തന്നെ സ്ഥാപിച്ചത്? എന്തുകൊണ്ടായിരിക്കും മഖാം ഇബ്രാഹിമിന് തൊട്ട് പിന്നിൽ പോയി നമസ്കരിക്കൽ ഉംറയുടെ ഭാഗമാക്കി പഠിപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഓർമ്മ ഒരിക്കലും അവസാനിക്കരുത്, ആ സംസാരം ഒരിക്കലും അവസാനിക്കരുത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠമെടുക്കൽ ഒരിക്കലും അവസാനിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ മറ്റൊരു പ്രവാചകനെ പറ്റിയും പറയാത്തതുപോലെ വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നേരെയായിട്ട് പിന്തുടരുക. വേറൊരാളുടെ മില്ലത്തിനെ പറ്റി അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതിനർത്ഥം വേറെ ഏതെങ്കിലും പ്രവാചകന്മാർക്ക് അത്തരത്തിൽ മില്ലത്തില്ലാന്നോ, അവർ മോശക്കാരാണെന്നോ, അവരുടെ ജീവിത വഴി അത്തരത്തിൽ അനുധാവനം ചെയ്യപ്പെടേണ്ടതല്ല എന്നൊന്നുമല്ല. അവർ അത്രയും ശ്രേഷ്ഠതയുള്ള ആളുകളാണ്, പദവിയുള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ആ ജീവിതത്തിൽ നിന്ന് ശരിക്കും പാഠമെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇന്ന് 2026 വിശ്വാസിക്ക് പോലും കൃത്യമായ പാഠങ്ങൾ അവന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും തട്ടിക്കാൻ പറ്റുന്ന പാഠങ്ങൾ, അതും ഓരോ കഥകളായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ കഥകളിലേക്കാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ജീവിതത്തിലെ ആ പാഠങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഈ സീരീസ് ഇനി തുടർന്ന് മുന്നോട്ട് പോകുന്നത്. കൂടെ ഉണ്ടാവണം, വീഡിയോകൾ അത്തരത്തിൽ കാണണം, ജീവിതത്തിലേക്ക് പാഠങ്ങൾ സ്വീകരിക്കണം, സജഷനുകൾ ഉണ്ടെങ്കിൽ നൽകണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.